നമസ്കാരം. ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യന്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ മലയാളത്തിന്റെ 172/2025 മലയാളം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ നിന്ന് തന്നെ ഒരു 150ഓളം പ്രീവിയസ് ചോദ്യങ്ങൾ ആ ഓരോരോ ടോപ്പിക്കിൽ നിന്നും എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇംഗ്ലീഷിന്റെയാണ് എടുക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. either you or I dash to choose the post. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഏത് ഓക്സിലറി വെർബ് ആയിരിക്കണം നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്? എങ്ങനെയാ കണ്ടുപിടുത്തുക? അതായത് ഈ ഡാഷിന് തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റിന് അനുസരിച്ചിട്ടായിരിക്കണം വെർബ് അവിടെ എഴുതേണ്ടത്. തന്നിരിക്കുന്ന സെന്റൻസിൽ either or ഉണ്ടെങ്കിൽ വെർബിന് തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റ് ഏതാണോ, അതായത് ഇവിടെ നമ്മളൊരു വെർബ് എഴുതണം അല്ലേ? ഈ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ നിന്ന് ഒരു ഓക്സിലറി വെർബ് എഴുതണം. ആ വെർബിന് തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റിനെ അനുസരിച്ചിട്ട് വേണം ഓക്സിലറി വെർബ് തിരഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഐ ആയതുകൊണ്ട് തന്നെ ഓക്സിലറി വെർബ് ആയ ആം ആണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? ഇനി 42/21 സബ്ജക്റ്റ് ആൻഡ് വെർബ് എഗ്രിമെന്റിൽ ചോദിച്ച ഒരു 3 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. 42/21, 75/21, 96/21. അതിൽ 3 ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കാം. രാമു ഗോട്ട് ഡാഷ് ടു അഫോർഡ് എ കാർ. രാമു വാങ്ങിച്ചു അല്ലെ? രാമു ഗോട്ട് ഡാഷ് ടു അഫോർഡ് എ കാർ. അവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഞാൻ ഓപ്ഷൻ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മണി ഇനഫ് ആണോ? ശ്രദ്ധിക്കണേ. മണി ഇനഫ് ആണോ? ഈവൻ മണിയാണോ? മണി ഈവൻ ആണോ? ഇനഫ് മണിയാണോ? നമുക്ക് എന്തായാലും ആൻസർ പെട്ടെന്ന് ഇത് കിട്ടില്ല. കാരണം എന്താ? ഇനഫ് മണിയാണ് അല്ലെ? എന്താണ്? ഇനഫ് മണി. രാമു ഗോട്ട് ഇനഫ് മണി ടു അഫോർഡ് എ കാർ. അടുത്ത് നോക്ക്. ദ ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദെയർ സിസ്റ്റർ ആൻഡ് ഹിയർ. ഇവിടെ ഏത് സബ്ജക്റ്റ് ആൻഡ് വെർബ് എഗ്രിമെന്റ് വരും? ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ടുഗദർ വിത്ത് എന്നുണ്ട് അല്ലെ? തന്നിട്ടുള്ള സെന്റൻസ് ഇവിടെ എന്താണ്? ഈ ടുഗദർ വിത്ത് ആണ് സബ്ജക്റ്റിനെയും വെർബിനെയും തമ്മിൽ എഗ്രി ചെയ്തിരിക്കുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് ടുഗദർ വിത്ത് എന്നാണ്. ടുഗദർ വിത്ത് എന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചിട്ട് ആയിരിക്കണം ആൻസർ എഴുതേണ്ടത് കേട്ടോ. ടുഗദർ വിത്ത് ആണെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ഇവിടെ ദ ബ്രദേഴ്സ് ഉണ്ട്, ഇവിടെ ദയർ സിസ്റ്റർ ഉണ്ട്. ദയർ സിസ്റ്റർ അവരുടെ സിസ്റ്റർ പറയുമ്പോൾ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ബ്രദർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെ? ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ ടുഗദർ വിത്ത് എന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിന് അനുസരിച്ചിട്ടായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ബ്രദേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ള ഒരു ഓക്സിലറി വെർബ് യൂസ് ചെയ്യുക. ദി ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദയർ സിസ്റ്റർ ആർ ഹിയർ. നെക്സ്റ്റ് വൺ 26/21. I have seen her dash times this year but not very often. I have seen her dash times this year but not very often. ഇവിടെ ഞാൻ ഓപ്ഷൻ തരാം. a little, അതുപോലെ much, a few, many. എങ്ങനെയാ വരിക? I have seen her അല്ലെ? I have seen her. ഇവിടെ ഏതാണ് ആൻസർ വരിക? a few. എന്താണ്? a few എന്നാണ് വരിക. I have seen her a few times അല്ലെ? a few times. a little times അല്ല അല്ലെ? much times അല്ല, many times അല്ല. എന്താണ്? a few times this year. I have seen her അല്ലെ? ഞാൻ അവളെ കാണാറുണ്ട് അല്ലെ? ഇപ്പോ കുറച്ച് ടൈം അല്ലെ? a few എന്ന് പറയുമ്പോൾ കുറച്ച് എന്നുള്ള രീതിയിൽ അല്ലെ? times this year but not very often. എപ്പോഴും ഒന്നും കാണാറില്ല അല്ലെ? അതേപോലെ തന്നെ നമുക്കൊരു either or വെച്ചിട്ട് ഇനി ഒരു സെന്റൻസ് കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. either he or I dash ready. എന്ത് എഴുതും ഇവിടെ? either he or I ലെ ഡാഷിന് തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റ് ഏതാണ്? അപ്പോൾ I am ready. എങ്കിൽ ഒരു കാര്യം ചെയ്യാം. either I or they dash coming. എന്ത് ചെയ്തു? ഇവിടെ തൊട്ട് മുമ്പുള്ള അല്ലേ? ഇതിന് തൊട്ട് മുമ്പുള്ള ഈ വെർബ് എഴുതേണ്ടതിന്റെ തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റ് ദേ ആണ് അല്ലെ? പ്ലൂറൽ ആണ്. അപ്പൊ എന്ത് വരണം? ദേ ആർ കമ്മിങ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ.
നെക്സ്റ്റ് വൺ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ആക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്റ്റീവിനെ എന്താക്കണം? പാസീവ് വോയിസിലേക്ക് മാറ്റണം. ദ പാസീവ് ഫോം ഓഫ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദി ഡോക്യുമെന്റ് അല്ലെ. ഇവിടെ തന്നിട്ടുള്ള സബ്ജക്ട് വന്നിട്ട് വിഷയം വന്നിട്ട് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആണ്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് ഒരു പാസീവ് ഫോം ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആക്റ്റീവിലേക്ക് മാറ്റാനാണ്. ഇവിടെ പാസീവ് ഫോം തന്നിട്ടുണ്ട്. യു നീഡ് നോട്ട് സബ്മിറ്റ് ദി ഡോക്യുമെന്റ് അല്ലെ. യു നീഡ് നോട്ട് സബ്മിറ്റ് ദി ഡോക്യുമെന്റ്. അപ്പൊ ഇവിടെ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റണം അല്ലെ. ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? നമുക്കറിയാം അല്ലെ. ആക്റ്റീവിനെ പാസീവ് ആക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക? ആക്റ്റീവിനെ പാസീവായി മാറ്റുമ്പോൾ ഒബ്ജക്റ്റിനെ എന്താക്കി മാറ്റും? സബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റണം അല്ലെ. ഇവിടെ ആൻസർ ഏതാണ് വരിക? സി ആണ് ആൻസർ വരിക കേട്ടോ. ദി ഡോക്യുമെന്റ് അല്ലെ. ദ ഡോക്യുമെന്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ്. കണ്ടോ? The document need not be submitted. സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ചെയ്തു നോക്കണം കേട്ടോ. നിങ്ങൾ ആദ്യം ഇതൊന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് കേട്ടോ. ചെയ്തിട്ട് ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. മിച്ചു ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ്. മിച്ചു ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ്. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? വെസ്റ്റേൺ സോങ് അല്ലേ. ആ ഒബ്ജക്റ്റിനെ നമ്മൾ എന്താക്കണം? ഫസ്റ്റ് സബ്ജക്റ്റ് ആക്കിയിട്ട് ആദ്യം അത് എഴുതണം അല്ലേ. പിന്നെ ഈസ് അല്ലേ. എങ്ങനെ ചെയ്യും? ഫസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യാം? എ വെസ്റ്റേൺ സോങ് ഈസ് ബീയിങ് അല്ലെ. ഈസ് ing ഫോം വന്നത് കൊണ്ട് തന്നെ ഇവിടെ ബീയിങ് എന്താണ്? ബീയിങ് സങ് ബൈ മിച്ചു അല്ലെ. അങ്ങനെയല്ലേ വരിക? എ വെസ്റ്റേൺ സോങ് ഈസ് ബീയിങ് സങ് ബൈ മിച്ചു. എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടെങ്കിൽ താഴെ ചൂണ്ടിക്കാണിക്കണം. ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഓളത്തിൽ എടുത്തു പോകും. എന്നാലും ഒന്ന് എടുക്കാൻ ചിലപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് ഹാവ് യു സീൻ എ ടൈഗർ. ഹാവ് യു സീൻ എ ടൈഗർ. ഇത് ഏത് ഫോമാണ്? ഹാവ് യു സീൻ എ ടൈഗർ ഒരു പാസീവ് ഫോം ആണ് അല്ലെ. ഒരു പാസീവ് ആണ്. അതിനെ നമ്മൾ എന്താക്കണം? ആക്റ്റീവിലേക്ക് മാറ്റണം. എങ്ങനെ വരും? ഇവിടെ ടൈഗർ ആണ് അല്ലെ. ടൈഗർ എന്നുള്ളത് എന്താണ്? ഒരു സിംഗുലർ ആയിട്ടുള്ളതാണ് അല്ലെ. ടൈഗേഴ്സ് എന്ന് കൊടുത്തിട്ടില്ല. ടൈഗർ എന്ന് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഹാസ് കേട്ടോ. ടൈഗർ ആകുമ്പോൾ ഒരു സിംഗുലർ അല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ ഹാസ് വന്നു. ഹാസ് a tiger been seen by you. കണ്ടോ? പാസീവിനെ ആക്റ്റീവിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താണ്? ഹാസ് എ ടൈഗർ. ഇവിടെ ടൈഗർ എന്നുള്ളത് സിംഗുലർ അല്ലല്ലോ. അതുകൊണ്ട് ഓക്സിലറി എന്താണ്? സിംഗുലർ ആയിട്ട് വരണം. ഹാസ് എ ടൈഗർ ബീൻ സീൻ ബൈ യു. അത് ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. നമ്മൾ ഇതിവിടെ ചെയ്ത അതേ ഒരു ഇതാണ് അല്ലെ. അതേ ഫോർമാറ്റിലാണ് ഒന്ന് ചെയ്ത. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? മാത്തമാറ്റിക്സ് പിന്നെ എന്താണ് വരിക? ഈസ് എഴുതി. പിന്നെ ing. ഇവിടെ ing ആയത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചേർക്കണം? ബീയിങ് എന്ന് ചേർക്കണം. ഈസ് ബീയിങ്. ടീച്ചിങ് എന്തായിട്ട് മാറണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് മാറണം. TAUGH അല്ലെ. ടോട്ട് ബൈ ആരാലാണ്? ഷീ ആണ് അല്ലെ. ഷീ എന്തായി മാറണം? ഹെർ ആയിട്ട് മാറണം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് 2 ഉദാഹരണം കൂടിയിട്ട് ഒന്നും കൂടി നോക്കാം. ഇവിടെ നിങ്ങൾ ഇതൊന്ന് ചെയ്യുക. You must finish the work. ഇതൊന്ന് ചെയ്തേ. ഇതിനെ ഒന്ന് പാസീവിലേക്ക് മാറ്റാം. You must finish the work. അടുത്തത് you need not do this. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാം.
ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. അപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് വന്നെന്നുള്ളത് നമ്മൾ ആൻസർ പറയുമ്പോൾ ഇവിടെയാണ് തെറ്റ്, അത് എപ്പോഴും നിങ്ങൾക്ക് പിന്നീട് ഓർക്കാനായിട്ട് പറ്റും. യു മസ്റ്റ് ഫിനിഷ് ദി വർക്ക്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതണം? ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആക്കി മാറ്റണം അല്ലേ? അപ്പൊ ദി വർക്ക് മസ്റ്റ് അല്ലേ, മസ്റ്റ് ബി അല്ലേ, ബി ഫോം എഴുതണം. മസ്റ്റ് ബി ഫിനിഷ്ഡ്, must be finished. Okay, you need not do this, you needn't do this. ഇവിടെ എന്ത് എഴുതണം? this അല്ലേ, this need not എന്ത് എഴുതണം? നമ്മൾ നേരത്തെ എന്ത് എഴുതിയത്? ബി അല്ലേ എഴുതിയത്? this need not be എന്താകും? do എന്തായി മാറും? done ആയിട്ട് മാറും. they were not ashamed dash hug each other. preposition ആണ്. preposition ഇവിടെ ഏതാണ് വരിക? to ആണോ, about ആണോ, off ആണോ? off ആണോ? ഏതാണ്? ashamed to ആണ് ആൻസർ കേട്ടോ. they were not ashamed to hug each other ട്ടോ. ashamed to ട്ടോ, എപ്പോഴും ഇവിടെ നിന്ന് ശ്രദ്ധിക്കണം. ashamed to ആണ് കേട്ടോ. അതേപോലെ he is ashamed to speak, അതും നമുക്ക് പറയാം. എങ്ങനെയാണ്? he is ashamed to speak. കണ്ടോ ഒരു എക്സാമ്പിൾ. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ തരാം. she was ashamed to admit her mistake. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. 42 ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏതാണ് പ്രിപ്പോസിഷൻ വരിക എന്ന് ചെയ്ത് നോക്കാം. മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡാഷ് കൊറോണ. ഇവിടെ ഏതാണ്? ഡൈഡ് ഓഫ് ആണ്. അതായത് എന്തെങ്കിലും മാരക രോഗങ്ങൾ കാരണം അല്ലെ, എങ്ങനെ ബാക്ടീരിയ രോഗങ്ങള്, വൈറസ് രോഗങ്ങള്, അങ്ങനെ അല്ലെ, അങ്ങനെ ഈ രോഗങ്ങൾ കാരണം പാൻഡമിക് ആയിട്ടുള്ള അല്ലെ ഈ അസുഖങ്ങൾ കാരണം മരണപ്പെടുന്ന സമയത്ത് അവിടെ പ്രിപ്പോസിഷൻ ആയിട്ട് വരിക ഏതാണ്? ഓഫ് ആണ് വരിക കേട്ടോ. മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഓഫ് കൊറോണ. അടുത്തത് ഐ വെയിറ്റഡ് ഡാഷ് 9 o'clock and then went home. I waited dash 9 o'clock and then went home. അവിടെ ഏത് പ്രിപ്പോസിഷൻ ആണ് വരിക? ഏതാണ്? ഐ വെയിറ്റഡ് അണ്ടിൽ അല്ലേ, എന്താണ്? ഞാൻ വെയിറ്റ് ചെയ്തു അല്ലെ, 9 മണി വരെയും ഞാൻ വെയിറ്റ് ചെയ്തു അല്ലെ. ദെൻ എന്നിട്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയി അല്ലെ. ഡോക്ടർ കലാം വാസ് ബോൺ 1931. എപ്പോഴാണ് ഈ വർഷങ്ങൾ വരുന്ന സമയത്ത് അവിടെ വരുന്ന പ്രിപ്പോസിഷൻ എന്താണ്? ഡോക്ടർ കലാം വാസ് ബോൺ, അത് നമുക്കറിയാം അല്ലെ. വർഷങ്ങൾ വരുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഇൻ ആയിരിക്കും പ്രിപ്പോസിഷൻ ട്ടോ. ഡോക്ടർ കലാം വാസ് ബോൺ ഇൻ 1931 അല്ലെ. 1931 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ. അവൻ എന്താണ് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ അല്ലെ, ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയാ? 3 വർഷമായിട്ട് അല്ലെ, 3 വർഷമായി. അപ്പൊ ഇവിടെ ഇയർ ആണ് സൂചിപ്പിക്കുന്നത് അല്ലെ, ഒരു പീരീഡ് ഓഫ് ടൈം ആണ് അല്ലെ. എ പീരീഡ് ഓഫ് ടൈമിനെ കാണിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ വരുന്ന പ്രിപ്പോസിഷൻ എന്തായിരിക്കും? ഫോർ ആയിരിക്കും ട്ടോ. ഇവിടെ ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ, അവൻ ഇവിടെ 3 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു പീരീഡിനെ കാണിച്ചില്ലേ, അപ്പൊ അവിടെ ഫോർ വന്നു. നൗ ആൻഡ് ഓക്കെ, അത് കഴിഞ്ഞു. ദ കമ്പനി ഹാസ് മെയ്ഡ് റാപ്പിഡ് പ്രോഗ്രസ് ഡാഷ് ഹി ജോയിൻഡ് ദർ. അവിടെ ഏത് വരും? പ്രോഗ്രസ് കഴിഞ്ഞിട്ട് വരുന്ന പ്രിപ്പോസിഷൻ ഏതായിരിക്കും? സിൻസ് കേട്ടോ.
മനസ്സിലായോ? He has been working here for 3 years now and the company has made rapid progress since he joined there. അവൻ ജോയിൻ ചെയ്ത മുതൽ അല്ലേ, അവൻ ജോയിൻ ചെയ്തത് മുതൽ, അവിടെ എപ്പോ അവൻ ജോയിൻ ചെയ്തോ അത് മുതൽ, സിൻസ് എന്താ, മുതൽ എന്ന ക്യാപിറ്റൽ അല്ല കേട്ടോ, അത് മുതൽ എന്ന അർത്ഥത്തിൽ അവിടെ നല്ല രീതിയിൽ കമ്പനിയിൽ എന്തായത് പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. Next one, get ready for the descent is an example of. Get ready for the descent is an example of. ഇത് ഏത് സെന്റൻസ് ആണ്? ഇംപറേറ്റീവ് ആണോ, ഇന്ററോഗേറ്റീവ് ആണോ, എക്സ്ക്ലമേറ്ററി ആണോ, ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണോ? ഏതാണ് ഇവിടെ ആൻസർ വരിക? ഇംപറേറ്റീവ് സെന്റൻസ് ആണ് കേട്ടോ. ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കമാൻഡ് അല്ലെ, ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ എന്നുള്ള രീതിയിലുള്ള സെന്റൻസിനെയാണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ സിറ്റ് ഡൗൺ അല്ലെ, സിറ്റ് ഡൗൺ എന്താ, ഒരു ഓർഡർ ആണ് അല്ലേ, എന്താ, ഇരിക്കുക എന്ന് പറയുന്നത് അല്ലെ, ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ, ഇതിനെയാണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ളൊരു ഉദാഹരണമാണ് സിറ്റ് ഡൗൺ എന്ന് പറയുന്നത്. അതുപോലെ ക്ലോസ് ദി ഡോർ, കണ്ടോ, ഇതൊക്കെ എന്താണ്, ഒരു ഇംപറേറ്റീവ് സെന്റൻസിന് ഉദാഹരണം ആണ്. എങ്കിൽ ഹൗ ഓൾഡ് ആർ യു, ഇത് ഏത് സെന്റൻസ് വരും? ഹൗ ഓൾഡ് ആർ യു. ഇവിടെ എന്താണ് വന്നത്? ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം വന്നു അല്ലെ. ക്വസ്റ്റ്യൻ ചിഹ്നം വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും, ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഇനി ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും? അപ്പൊ നമ്മൾ ഇംപറേറ്റീവ് എന്താ പഠിച്ചു, ഇന്ററോഗേറ്റീവ് പഠിച്ചു. അപ്പൊ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് നമുക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കണം. അപ്പൊ നോക്കിക്കേ, what a beautiful scenery. What a beautiful scenery. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് കൊടുക്കണം കേട്ടോ. ഒരു ആശ്ചര്യ ചിഹ്നം, വാവ് അല്ലേ, എന്താണ്, നമ്മള് ഒരു ഇത് പിക്ചർ, ഒരു എവിടെയെങ്കിലും പറ്റിയ ഒരു സീനറി വാട്ട് എ ബ്യൂട്ടിഫുൾ എന്ന് പറയും അല്ലേ. ആ വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി അല്ലേ, അതാണ് എന്താ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു അസേർട്ടീവ് സെന്റൻസ്, അസേർട്ടീവ് കേട്ടോ, ഇതൊക്കെ എന്താണ്, ഒരു സബ്ജക്റ്റില് തുടങ്ങിയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പില് അവസാനിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു അസേർട്ടീവ് സെന്റൻസുകൾ ആണ്. ഇപ്പൊ ഐയില് തുടങ്ങി എന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു ഫിനിഷ് കഴിഞ്ഞ് അവസാനം എന്തുണ്ടാവും, ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും കേട്ടോ. ഇതാണ് എന്ത് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്തത് പ്രിപ്പോസിഷൻ ഫ്രേസൽ വെർബിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷീ വിൽ ഡാഷ് ദി പൊസിഷൻ ഓഫ് എ manager tomorrow. She will dash the position of a manager tomorrow. അവൾ എന്തായിരിക്കും നാളെ ഒരു മാനേജർ എന്ന പോസ്റ്റിലേക്ക് ഇല്ലേ എന്തായി തീരും എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അതായത് ഒരു പൊസിഷൻ മാറുകയാണ് അല്ലെ. ഇവിടെ ചോദ്യം എങ്ങനെയാണ്, ഒരു പൊസിഷൻ ആണ് അല്ലെ, ഒരു പൊസിഷൻ അടുത്തൊരു പൊസിഷനിലേക്ക് മാറുകയാണ്. ആ പൊസിഷനെ കാണിക്കാൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടഡ് ജോബ് കേട്ടോ, സ്റ്റാർട്ടഡ് ജോബ് ഇതിനൊക്കെ കാണിക്കാൻ ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക? ഏതാണ്? ടേക്ക് അപ്പ് ആണ് കേട്ടോ, ടേക്ക് അപ്പ് ആണ്. ഷീ വിൽ ടേക്ക് അപ്പ് ദി പൊസിഷൻ ഓഫ് എ മാനേജർ ടുമോറോ. അതേപോലെ തന്നെ he will take up a new job എന്ന് പറയാം. കണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ സ്റ്റാർട്ടഡ് ജോബ് ആണല്ലോ. അപ്പൊ അതുപോലെ തന്നെ he will take up a new job. അതുപോലെ she took up teaching അല്ലെ, ഒരു പുതിയതിലേക്ക് തുടങ്ങാണ്, ടീച്ചിങ്ങിലേക്ക് തുടങ്ങാണ്. she took up teaching. മനസ്സിലായോ? എങ്ങനെ നോക്ക്, എക്സ്റ്റിങ്ക്വിഷിന്റെ ഫ്രേസൽ വെർബ് എന്ത് വരും? 26/22 ചോദ്യമാണ് എക്സ്റ്റിങ്ക്വിഷൻ. എക്സ്റ്റിങ്ക്വിഷിന്റെ ഫ്രേസൽ വെർബ് എന്താണ്? പുട്ട് ഔട്ട് ആണ് കേട്ടോ. എന്താണ്? പുട്ട് ഔട്ട്. Put out എന്താണ്? Extinguish. Put out, extinguish. Put out, extinguish. While walking in the park, I dash an old friend. അല്ലേ, ഞാൻ പാർക്കില് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ഞാൻ എൻ്റെ ഓൾഡ് ഫ്രണ്ടിനെ കണ്ടു. എന്താ? I came across. മനസ്സിലായോ? While walking in the park, I came across an old friend.
Next one, several old buildings were pulled dash to construct new ones before the Olympics. സെവറൽ ഓൾഡ് പഴയ ബിൽഡിങ്ങുകളെല്ലാം എന്താണ് അല്ലേ എന്താണ് ആ കൺസ്ട്രക്ട് എന്ത് ചെയ്തു എന്നാണ് അവിടെ ചോദ്യം. ന്യൂ വൺസ് അല്ലേ, എന്നിട്ടെല്ലാം പുതിയത് അല്ലേ. എന്തിനാ ഏതിനു മുമ്പ്? ഒളിമ്പിക്സിന് മുമ്പ്. അവിടെ എന്ത് വരും? ഡൗൺ ആണ് അല്ലേ, പുൾഡ് ഡൗൺ ആണ്. Several old buildings were pulled down to construct new ones before the Olympics. Next one, the meeting has been put dash till tomorrow. മീറ്റിങ്ങിനെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? പോസ്റ്റ്പോൺ ചെയ്തു അല്ലെ, മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. ആ പോസ്റ്റ്പോൺ എന്ന മീനിങ്ങിൽ വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? പുട്ട് കഴിഞ്ഞിട്ട് ഏത് വരും? പുട്ട് ഔട്ട് ആണോ, പുട്ട് അപ്പ് ആണോ, പുട്ട് ഓൺ ആണോ, പുട്ട് ഓഫ് ആണോ? പോസ്റ്റ്പോൺ എന്ന അർത്ഥത്തിൽ വരുന്ന പുട്ടിന്റെ കൂടെ ചേർക്കാവുന്ന ഓഫ് ആണോ ഓൺ ആണോ ഏതാണ് പോസ്റ്റ്പോൺ എന്ന അർത്ഥത്തിൽ? പുട്ട് ഓഫ് ആണ് അല്ലെ, മാറ്റി വെക്കുക. ഈ മീറ്റിംഗ് എന്ത് ചെയ്തു? നാളേക്ക് മാറ്റി വെച്ചു. പുട്ട് ഓഫ് നീട്ടി വെക്കുക, മാറ്റി വെക്കുക. പോസ്റ്റ്പോൺ ചെയ്തു എന്ന അർത്ഥത്തിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ചൂസ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആണ് തന്നിട്ടുള്ളതിൽ കറക്റ്റ് സ്പെല്ലിംഗ്. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ അന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാനത് എടുത്തുതന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ് ഇത്. ഇതൊക്കെ നമ്മൾ എടുത്തുപോയ ലെസൺസ് ആണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തി അങ്ങനെ ചെയ്യാണ്. അപ്പൊ ഇതിൽ അന്ന് നമ്മൾ ഏതാ സ്പെല്ലിംഗ് പറയുന്നത്? സി ആണ് കേട്ടോ. മെനോറിൽ ഏതാണ്? സി ആണ് ആൻസർ. അപ്പൊ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. MAN ല്ലേ, MAN മാൻ. പിന്നെന്താ നമ്മൾ പഠിച്ചു? OE OEU. പിന്നെന്താ? VRE OEUVRE. ഇത് പഠിക്കണം കേട്ടോ. അതേപോലെ നോക്കിക്കേ, ഇവിടെ ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെല്ലിംഗ് തന്നിട്ടുണ്ട്. ഹാൻഡ് കർച്ചീഫ് എങ്ങനെയാ ഇതാ, അതുപോലെ ട്രെസ്പാസ്, ലെഫ്റ്റനന്റ്, ഹെമറേജ്, ലേസിനെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രിവിലേജ്. ഇതും എല്ലാം പഠിക്കുക കേട്ടോ. ഹാൻഡ് കർച്ചീഫ് എന്ന് എഴുതുമ്പോൾ ഹാൻഡ് എഴുതി KER. പിന്നെ അത് നമുക്കറിയാം. ഇവിടെ ഈ ചീഫിലാണ് നമുക്കൊരു മിസ്റ്റേക്ക് വരിക കേട്ടോ, അത് ശ്രദ്ധിക്കണം. I ആണ് സെൻട്രൽ കേട്ടോ, I ആണ് സെൻട്രൽ വരുന്നത്. CHI അതായത് EI ഇട്ടിട്ട് തരും. അപ്പൊ അവിടെ നമുക്ക് ഏതാണ് എന്ന് ചോദ്യം ഓർമ്മ വരില്ല. അപ്പൊ I കഴിഞ്ഞിട്ട് സെൻട്രലിൽ I ആണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. IEF. പിന്നെ ട്രെസ്പാസില് പിന്നെന്താ? ഡ്രസ് ഇവിടെ 2 S ആണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഇവിടെ ഒരു SA ഉള്ളൂ കേട്ടോ. ട്രെസ്പാസ്. പിന്നെ ലെഫ്റ്റനന്റ് കേട്ടോ, ലെഫ്റ്റനന്റ് നമ്മ ഇങ്ങനെ എഴുതാ ലൈ അങ്ങനെയല്ലേ പഠിക്കാൻ നമ്മള്? ലൈ യു ടെനന്റ് അല്ലേ, ടെനന്റ് അങ്ങനെയാണ് നമ്മൾ പഠിക്കുക, ലെഫ്റ്റനന്റ്. പിന്നെ ഹെമറേജ് HAEMORRHAGE ഹെമറേജ്. ലേസിനെസ്, ഓപ്പർച്യൂണിറ്റി OPPOR ആണ് കേട്ടോ, ഇവിടെ OR ആണ്. ഓപ്പർച്യൂണിറ്റി. പ്രിവിലേജ് 2 L ഇല്ല, ഒരു L ഉള്ളൂ, പ്രിവിലേജ്. If I knew her address, I dash a letter to her. ഇവിടെ ഏതാണ് വരിക? if clause ആണ്. If I knew her address, I dash a letter to her. ഏതാണ് വരിക? could write ആണ് അല്ലേ, could write ആണ്. ഇവിടെ V1 ഫോം, could കഴിഞ്ഞിട്ട് ഏത് വേണം? V1 ഫോം വേണം. ഇത് ഏതാണ്? ഒരു സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ്. സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ് കേട്ടോ. അതായത് എങ്ങനെ? ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് അല്ലേ, ഇഫ് പാസ്റ്റ് ടെൻസ്. അപ്പൊ എന്ത് വരണം? ഇഫ് കഴിഞ്ഞ ഒരു പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇഫ് കഴിഞ്ഞിട്ട് ഏതാണ് ഒരു സെന്റൻസ് വന്നിരിക്കുന്നത്? പാസ്റ്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് ബേസ് വെർബ് കേട്ടോ. ബേസ് വെർബിന്റെ ബേസ് ഫോം ആണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ റൈറ്റ് എഴുതുന്നത്. ഒരിക്കലും റിട്ടേൺ V3 ഫോം ഒന്നും എഴുതാൻ പാടില്ല, തെറ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ റോട്ട് പാസ്റ്റ് തെറ്റാണ്. കുഡ് അല്ലെങ്കിൽ വുഡ് റൈറ്റ് കേട്ടോ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ അതേപോലെ ഒരു എക്സാമ്പിൾ തരാം, ശ്രദ്ധിക്കണേ. If I had money, if I had money,
ഇഫ് ഐ ഹാഡ് മണി, അപ്പൊ ഇവിടെ എന്ത് ചെയ്തും ഐ നമ്മുടെ ഡാഷ് ഇടാം എ കാർ ഇവിടെ ഫില്ല് ചെയ്തേ. ഇഫ് ഐ ഹാഡ് മണി, അപ്പൊ ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പൈസയുടെ കാര്യത്തിലാണ് അല്ലെ. ഇതൊരു വെർബ് അല്ല കേട്ടോ, ഇതൊരു ഓക്സിലറി വെർബ് എന്താണ് അല്ല. എന്താണ് ഇവിടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വന്നു വുഡ് കേട്ടോ, വുഡ് V1 ഫോം അല്ലേ, ബേസ് വെർബ് വുഡ് ബൈ എ കാർ. അതേപോലെ നോക്കിക്കേ, ഇഫ് ഐ ന്യൂ, if I knew അതേപോലത്തെ സെന്റൻസ് ആണ് അല്ലെ. if I knew I എന്താ വരും could, I could help, helped എന്ന് വരുമോ ഇല്ല കേട്ടോ, could help you. അടുത്തത് synonyms of second പിന്നെ സിനോണിയം എന്താണ്? yield and റിയന്റുമാണ് കേട്ടോ, റിയന്റുമാണ്. yield and റിയന്റ് 1, 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സിനോണിം ഓഫ് സെക്കൻഡ് എന്താണ് yield and relent കേട്ടോ, yield and relent ആണ്. അതായത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സറണ്ടർ എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ, സറണ്ടർ കേട്ടോ, സറണ്ടർ അല്ലെങ്കിൽ ഗിവിൻ എന്ന അർത്ഥത്തിലാണ് സെക്കൻഡ് വരുന്നത്. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ he succumbed to pressure. Surrender അല്ലേ, pressure. അതുപോലെ she yielded to their request. കണ്ടോ, given സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ എന്താണ് she yielded, കാരണം സക്കംബിന്റെ സെയിം മീനിങ് ആണല്ലേ yieldും റിലന്റും എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് she yielded to their request. ഓക്കെ ഇനി അടുത്തത് നമുക്ക് സിനോണിംസ് പ്രീവിയസ് ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ഇവിടെ 18/22 ചോദിച്ച ഒരു ചോദ്യമാണ് വിയറി. വിയറിയുടെ സിനോണിയമാണ് ടയേർഡ് കേട്ടോ. വിയറിയുടെ സിനോണിയം എന്താണ് ടയേർഡ്, സിനോണിയമാണ് കേട്ടോ. ഫുൾ തന്നിട്ടുള്ളത് സിനോണിയമാണ്. 18/22 ചോദ്യമാണ് വിയറി, ടയേർഡ്. ഇനി ഇക്വാനിമിറ്റി എന്താ കാംനെസ് ആണ് കേട്ടോ. ഇക്വാനിമിറ്റിയുടെ 101/22 ചോദ്യമാണ്. ഇക്വാനിമിറ്റി കാംനെസ് ആണ്. പ്രോസ്ക്രൈബ്ഡ് ഫോർബിഡൻ ആണ് കേട്ടോ, പ്രോസ്ക്രൈബ്ഡ് അതായത് 101/22 ചോദ്യം തന്നെയാണ്. പ്രോസ്ക്രൈബ്ഡ് ഫോർബിഡൻ. അടുത്തത് വിറ്റുപ്രേറ്റ് എബ്യൂസ് ആണ് കേട്ടോ. വിറ്റുപ്രേറ്റ് എന്താണ് അബ്യൂസ് ആണ്. അബ്യൂസ് 116/22 ആണ്. വിറ്റുപ്രേറ്റ് എന്താണ് അബ്യൂസ് ആണ്. ക്യുവൈവ് എന്താണ് ക്യുവൈവ് അലേർട്ട് ആണ് കേട്ടോ. ക്യുവൈവ് എന്താണ് അലേർട്ട് 41/21 ചോദ്യമാണ്. വാവ് എന്താ ഡിസ്ട്രസ് ആണ് കേട്ടോ. വാവ് സിനോണിം എന്താണ് ഡിസ്ട്രസ് ആണ്. 31/23 ചോദ്യമാണ്. weary, tired, equanimity, calmness, proscribed, forbidden, vituperate, abuse, give, alert, wow, distress. I asked him, can you join the team today? എന്താണ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാനായിട്ട് പറയുകയാണ്. കാരണം ഞാൻ ഇതിൽ റിപ്പോർട്ടർ സ്പീച്ചിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടില്ല. കാരണം 2021 മുതൽ 2025 ലാസ്റ്റ് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും റിപ്പോർട്ടർ സ്പീച്ചിന്റെ ഒരൊറ്റ ക്ലാസ് ഞാൻ തന്നിട്ടുണ്ട്. അതിലെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും റിപ്പോർട്ടർ സ്പീച്ചിൽ ഉണ്ട് കേട്ടോ. ഇനി നോക്കിയേ, ഇവിടെ ചെയ്തേ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യൂ. ഇവിടെ ആൻസർ ഏതാണ് വരിക? ഡി ആണ് വരിക കേട്ടോ. എന്താണ് ഐ ആസ്ക്ഡ് ഹിം, ഐ ആസ്ക്ഡ് ആണ്. ഐ ആസ്ക്ഡ് ആണ് ചോദിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു. അത് പാസ്റ്റിലുള്ള സെന്റൻസ് ആണ്. അപ്പൊ ക്യാൻ എന്തായിട്ട് മാറണം? ക്യാൻ എന്തായിട്ട് മാറണം? ഇവിടെ ക്യാൻ കുഡ് ആയിട്ട് മാറണം. ഓക്കെ, അതൊരു റൂള്. ഇനി ഇവിടെ ടുഡേ എന്നുണ്ട്. ആ ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആയി മാറണം. മനസ്സിലായോ? ദാറ്റ് ഡേ ആയിട്ട് മാറണം. അപ്പൊ ടുഡേ ഉള്ള ഓപ്ഷൻസ് ഒക്കെ വിട്ടിട്ട് ഓക്കെ വെട്ടി. ഇനി ക്യാൻ എന്തായിട്ട് മാറണം? കുഡ് ആയിട്ട് മാറണം. അപ്പൊ ക്യാൻ ഒക്കെ വെട്ടിക്കേ. ക്യാൻ എല്ലാം ഉള്ളത് വെട്ടി ഇല്ലേ? ഇനി ക്യാൻ എന്തായിട്ട് മാറണം എന്നാ പറഞ്ഞത്? ക്യാൻ എന്തായി മാറണം? കുഡ് ആയിട്ട് മാറണം എന്ന് പറഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും കുഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അതാ കണ്ടോ. പിന്നെ വേറെ ഒന്നും നോക്കണ്ട. ഇവിടെ ആസ്ക്ഡ് എന്നുള്ളതിൽ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ക്യാൻ എന്നുള്ളത് കുഡ് ആകണം എന്നൊരു ഓപ്ഷൻ അറിയാമെങ്കിൽ, ഒരു നിഗമനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിൽ, ഇപ്പൊ ഇവിടെ ക്യാൻ ആണ് രണ്ട് ഓപ്ഷൻ പോയി. ഇനി നമുക്ക് ആകെ ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഇവിടെ ക്യാനിനെ കുഡ് ആക്കിയിട്ടുള്ള ഒരു ഓപ്ഷനും കാണാനില്ല ഒട്ടും. അപ്പൊ ആൻസർ ഡി. ഇത്രയും മനസ്സിലായോ? അടുത്ത് നോക്ക്. ദ ഇഡിയം സ്റ്റാൻഡ്സ് ഫോർ.
Stop avoiding the main issue and speak directly. എന്താണ് ഇതിന്റെ idiom? Stop avoiding the main issue and speak directly. ഏതാ വരിക? Beat around the bush ട്ടോ. ഏതാണ് ഇവിടെ ആൻസർ? Beat around the bush ആണ് കേട്ടോ idiom ആയിട്ട് വരുന്നത്. ഇനി പ്രീവിയസ് ചോദ്യം നോക്കാം. നോക്കേ, to blow once on trumpet. To blow once on trumpet. എന്താ idiom വരിക? Trumpet ആണ്, TRU ആണ് കേട്ടോ, trumpet ആണ്. To blow once on trumpet. അതിന്റെ idiom to praise oneself കേട്ടോ. To praise oneself. To praise oneself. അടുത്തത്, his face was dash after the street fight. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഞാൻ റെഡിൽ കൊടുത്തിട്ടുണ്ട്. His face was black and blue. എന്താണ് വരുന്നത്? Black and blue. His face was black and blue after the street fight. Helen is the salt of the earth. Helen is the salt of the earth. അപ്പൊ ഈ salt of the earth എന്നതിന്റെ ആ idiom ആയിട്ട് വരുന്നത് ഏതായിരിക്കും? എന്താണ്? ഓണസ്റ്റ് ആണ് അല്ലേ? എന്താണ്? ഓണസ്റ്റ് ആണ്. ഓണസ്റ്റ്. ഹെലൻ ഈസ് ദി ഓണസ്റ്റ് കേട്ടോ. അടുത്ത, ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് മീൻസ്. ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ്, അതിന്റെ മീനിങ് എന്താണ്? ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ്. ടു ഫെയിൽ സഡൻലി. ടു ഫെയിൽ suddenly and spectacularly. Okay, to fail suddenly and spectacularly. Bag and baggage. idiom എന്താ? Bag and baggage. With all one's belongings. Bag and baggage with all one's belongings. അപ്പോൾ ഇവിടെ നമ്മൾ idiom പഠിച്ചതിൽ stop avoiding the main issue and speak directly, beat around the bush. പിന്നെ to blow once on trumpet, to praise oneself. His face was എങ്ങനെയാണ്? black and blue after the street fight. Helen is the salt of the earth എന്നാൽ honest ആണ്. To go down in flames, to fail suddenly and spectacularly. Bag and baggage with all one's belongings. അങ്ങനെ നമ്മൾ 172/25 നമ്മൾ അത്യാവശ്യം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ക്ലാസ് എന്ന് പറയുന്നത്? താഴെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം.